Hey students, welcome back to Mathematicals. So chapter 1 real numbers exercise 1.1 question number 6 ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ അതിനുള്ള റിപ്ലൈ ഇടുന്നതായിരിക്കും. ആൻഡ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. There is a circular path around a sports field. Sonia takes 18 minutes to drive one round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? Okay, വായിക്കാം. നോക്കിക്കേ, ദർ ഈസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് എ സ്പോർട്സ് ഫീൽഡ്. ഓക്കെ, ഒരു സ്പോർട്സ് ഫീൽഡിൽ എന്താണ് ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ആൻഡ് സോണിയ ടേക്സ് 18 മിനിറ്റ്സ് ടു ഡ്രൈവ് വൺ റൗണ്ട് ഓഫ് ദ ഫീൽഡ്. ഓക്കെ, ഈ സർക്കുലർ പാത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ സർക്കുലർ പാത്തിൽ കൂടെ ജസ്റ്റ് റഫായിട്ടൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ സർക്കുലർ പാത്തിൽ കൂടെ സോണിയ ഡ്രൈവ് ചെയ്യാൻ ഒരു റൗണ്ട്, ആ സർക്കുലർ പാത്തിൻ്റെ ഒരു റൗണ്ട് ഡ്രൈവ് ചെയ്ത് വരാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 18 മിനിറ്റ്സ് ആണ്. വൈൽ രവി ടേക്സ് 12 മിനിറ്റ്സ് ഫോർ ദ സെയിം. അതേ സമയത്ത് രവി എന്താണ് നമ്മൾ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് ആ ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആ സർക്കുലർ പാത്തിൻ്റെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 12 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇവർ രണ്ടുപേരും ഇവിടെ ഒരു പോയിന്റ് കാണുന്നുണ്ടല്ലോ, ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരേ സമയത്ത് ഒരേ ഡിറക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഓക്കെ, എത്ര സമയത്തിന് ശേഷം അല്ലെങ്കിൽ എത്ര മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും അവർ പിന്നെയും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഒരു സ്പോർട്സ് ഫീൽഡ്, അതിലൊരു സർക്കുലർ പാത്ത് ഉണ്ട്. ആൻഡ് രണ്ട് പേര് സോണിയ ആൻഡ് രവി, ഇവർ രണ്ടുപേരും ഒരേ പോയിന്റിൽ നിന്ന് ഒരേ സമയത്ത് ഒരേ ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോണിയ എടുക്കുന്ന ടൈം, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സോണിയ എടുത്ത ടൈം എന്ന് പറയുന്നത് 18 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ എടുക്കുന്ന ടൈം 18 മിനിറ്റ്സ് ആണ്. അതേ സമയത്ത് രവിക്ക് ജസ്റ്റ് 12 മിനിറ്റ്സ് മതി. ഓക്കെ, അപ്പോൾ ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലുമാണ്. പക്ഷേ ഇനി എത്ര സമയം അല്ലെങ്കിൽ എത്ര മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് പേർക്കും ഒരേപോലെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ പറ്റും അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് കേസായിട്ട് ജസ്റ്റ് കാണാവേ. ഇപ്പോൾ സോണിയയുടെയാണ് ഞാനിവിടെ പിങ്ക് ഷെയ്ഡിൽ കാണിച്ചേക്കുന്നത് അല്ലേ. സോണിയ എത്ര ടൈം എടുക്കും എന്നാണ് പറഞ്ഞത്? ഒരു റൗണ്ട് അല്ലേ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 18 മിനിറ്റ്സ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമായിരിക്കും? 36 മിനിറ്റ്സ്. ശരിയാണോ? ഓക്കെ, അതേ സമയത്ത് രവി ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ കാണിച്ചു. ഇപ്പോൾ രവി വൺ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് 12 മിനിറ്റ്സ് ആണ് അല്ലേ. ഓക്കെ, ഇപ്പോൾ രണ്ട് റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ എത്ര എടുക്കുമായിരിക്കും? 24 മിനിറ്റ്സ് എടുക്കുമായിരിക്കും അല്ലേ, അതിൻ്റെ ഡബിൾ. ഇനി അങ്ങനെയാണെങ്കിൽ 3 റൗണ്ട് എടുക്കാനോ? നോക്കിക്കേ, 36 മിനിറ്റ്സ്. ഇവിടെ കോമൺ ആയിട്ട് വന്നോ നോക്കിക്കേ, 36 മിനിറ്റ്സ് കണ്ടോ. അതായത് ഈ സോണിയ 2 റൗണ്ട് ഓടിയെത്തുന്നതും രവി 3 റൗണ്ട് ഓടിയെത്തുന്നതും ഏകദേശം ഒരേ ടൈമിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് 36 മിനിറ്റ്സ് ആകുമ്പോഴത്തേന്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ബട്ട് നമുക്കിവിടെ വേറൊരു മെത്തേഡിലാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെന്നോ, അതായത് ഒന്നുകിൽ LCM അല്ലെങ്കിൽ HCF ഏതാണ് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. ഇവിടെ HCF എടുത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. നമ്മളിവിടെ എടുക്കുന്നത് LCM ആണ്. വൈ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് LCM അല്ലേ. അതായത് ഈ രണ്ട് പേരും ഒരേ സമയത്ത് എത്താൻ വേണ്ടിയിട്ട്, അതായത് ഒരേ സമയത്ത് ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈം ഏതാണ്, ഏറ്റവും ചുരുങ്ങിയ സമയം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് കോമൺ. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ വി ഹാവ് ടു യൂസ് എന്താണ്?
ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ HCF അല്ല എടുക്കേണ്ടത്. ഈ രണ്ട് പേരും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം. ഓക്കെ, സോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്താലോ? സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഏത് രണ്ട് നമ്പേഴ്സിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമ്പേഴ്സ് ആണോ ഇവിടെ? നമുക്ക് ടൈമാണ് തന്നേക്കുന്നത് അല്ലേ? ഒരാളുടെ ടൈം എത്രയാണ്? 18ഉം മറ്റേയാളുടെ ടൈം എത്രയാണ്? 12ഉം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 18 2 കൊണ്ട് ചെയ്യുന്നു, 9 വന്നു, 3 3 3 1 ശരിയല്ലേ? അടുത്ത ആളുടെ ടൈം എത്രയാണ്? 12 അല്ലേ? 2 കൊണ്ട് ചെയ്യുന്നു, 6 വന്നു, 2 3 3 1. ഓക്കെ, സോ നമുക്കിത് എടുത്തെഴുതാം കേട്ടോ. 18 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ ടു 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് ഞാൻ എഴുതി. ഓക്കെ, അതേപോലെ തന്നെ 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3. ഈ ഒരു ഫോമിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ LCM കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? നമ്മൾ രണ്ട് നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന പ്രൈം നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് പവറിലുള്ള ഫോം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 2 and 3 ആണ് വന്നിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം LCM എന്ന് പറയുന്നത് LCM ഈസ് ഈക്വൽ ടു 2 ഉണ്ട്. അതിൻ്റെ ഹയസ്റ്റ് പവറിൽ കിടക്കുന്ന ഫോം ഏതാണ്? 2 സ്ക്വയർ ആണല്ലേ? ഇവിടെ 2⁻1ഉം ഇവിടെ 2 സ്ക്വയർ ആണ്. സോ ഹയസ്റ്റ് പവറിൽ കിടക്കുന്ന ഫോം എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. ഇൻറ്റു 3 ഉണ്ട്. ഓക്കെ, 3⁻2 ഉണ്ട്, 3⁻1 ഉണ്ട്. സോ ഹയസ്റ്റ് പവറിലുള്ള ഫോം ഏതാണ്? 3 സ്ക്വയർ ആണല്ലേ? ഇവിടെ 3⁻1 ആണുള്ളത്. സോ ഇൻറ്റു 3 സ്ക്വയർ ആണ് വരുന്നത്. സോ LCM എന്ന് പറയുന്നത് 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 3 സ്ക്വയർ എത്രയാണ്? 9. സോ 4 ഇൻറ്റു 9 എത്രയാണ്? 36. വെറുതെ 36 ഓക്കെ, LCM 36 ആണ്. ബട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കിക്കേ. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളത് മിനിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ therefore they will meet again at the starting point. എപ്പോൾ എത്തും? ആഫ്റ്റർ 36 മിനിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് നമ്മൾ HCFും LCM ഒക്കെ പഠിച്ചില്ല. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏത് യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്തിട്ട് ചെയ്യണം. ഇവിടെ LCM എടുക്കാനുള്ള കാരണം ഇതാണ്. ആ രണ്ട് ആൾക്കാരും എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഓക്കെ, ചുരുങ്ങിയ സമയം എന്ന് പറയുമ്പോൾ ലീസ്റ്റ്. ഓക്കെ, കോമൺ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അവർ ഒരേ സമയത്ത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ആ ടൈം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ LCM ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ആൻഡ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.